മൗലവി ചേകന്നൂരിൻ്റെ ധീരരക്തസാക്ഷിത്വം നടന്നിട്ട് 32 വർഷങ്ങൾ പിന്നിട്ടു. ഓരോ വർഷം പിന്നിടും തോറും ആ നാമം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ അദ്ദേഹത്തെ രേഖപ്പെടുത്തുകയാണ് തിരൂർ സ്വദേശി CMA സലാം. ഖുർആനിക സംസ്കാരത്തിന് പകരം ഹദീസ് സംസ്കാരത്തെ അന്ധമായി വിശ്വസിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന എല്ലാ സംഘടനകളും അവരുടെ ഇമാമുമാരും മൗലവി ചേകന്നൂർ വധത്തിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ തരംഗത്തിൻ്റെ ഗതി ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഏറ്റവും മുന്തിയ ഹദീസ് സമാഹാരങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും കാത്തുസൂക്ഷിക്കുന്നതെന്ന വാദഗതികൾ മൗലവി വധത്തോടെ തകർന്നു മണ്ണടിഞ്ഞിരിക്കുന്നു. വാറോല പ്രമാണങ്ങളെയും അതിൻ്റെ സ്രഷ്ടാക്കളെയും മഹത്വവൽക്കരിക്കുന്നവർ ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് വിധേയരാവണം. ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ ആക്രമിച്ചൊതുക്കാൻ ശത്രുക്കൾ തയ്യാറാക്കിയിരുന്നത് രാസായുധങ്ങളായിരുന്നില്ല. ഖുർആനിൽ വേണ്ടത്ര വിവരണങ്ങൾ കാണുക സാധ്യമല്ലെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ പ്രാവർത്തിക രൂപം വിശുദ്ധ ഖുർആനിൽ ഇല്ലെന്നും അതിലെ നിയമസംഹിതകളെ വിവരിച്ചുകൊണ്ടൊരു ഹദീസ് കൃതി എഴുതുവാനുള്ള സാക്ഷരത പോലും മുഹമ്മദ് നബിക്കില്ലായിരുന്നുവെന്നും ആയതിനാൽ അബൂ ഹുറൈറയെപ്പോലുള്ള വ്യക്തികൾ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം മതം തന്നെ ലോകത്തിന് കണി കാണാൻ പോലും പറ്റുമായിരുന്നില്ലെന്നുമൊക്കെയുള്ള ശുദ്ധനുണകൾ പ്രചാരത്തിൽ വരുത്തിയാണ് ശത്രുക്കൾ ഖുർആനിലെ ദർശനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബിചര്യ എന്ന പേരിൽ 10 ലക്ഷത്തിൽ പരം ഹദീസുകൾ നെയ്തുണ്ടാക്കിയവർ അവ സ്വീകാര്യം, ദുർബലം എന്നിങ്ങനെ രണ്ടായി പകുത്തു. ഇതിൽ നിന്ന് മുത്തഫഖുൻ അലൈഹി എന്നൊരു വിഭാഗവും സൃഷ്ടിച്ചെടുത്തു. 2 തരം നുണകളെയും ഉരുക്കിച്ചേർത്ത് ഇമ്മിണി വലിയ ശുദ്ധ നുണയെ വെള്ളപൂശി എടുത്തിരിക്കുന്നത് മുത്തഫഖുൻ അലൈഹിയിലൂടെയാണ്. സർവർക്കും സ്വീകാര്യമെന്ന് തോന്നിപ്പിക്കാനും സർവരും സ്വീകരിക്കേണ്ടതു തന്നെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് സിഹാഹു സിത്ത പ്രമാണയോഗ്യരായ 6 വ്യക്തികൾ തയ്യാറാക്കിയത് എന്നൊരു വിഭാഗത്തെ കൂടി ഉണ്ടാക്കി തീർത്തത്. വർഷങ്ങൾ നീളുന്ന പഠനങ്ങൾ പുരോഗമിക്കും തോറും ദുർബോധത്തിൻ്റെ തെരുവിൽ നിന്ന് ജന്മം കൊണ്ട 2ാം പ്രമാണങ്ങൾ പലതും ദുർബലമാണെന്ന് പണ്ഡിത സമൂഹം അവരുടെ അനുയായികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ്റെ മാത്രം വിജയമാണ്. ഹദീസുകൾ കൂടാതെ ഖുർആനികാശയങ്ങൾ കണ്ടെത്തുക സാധ്യമല്ലെന്ന നുണബോംബുകളെ നിർവീര്യമാക്കുന്നതായിരുന്നു മൗലവി ചേകന്നൂരിൻ്റെ കൃതികൾ. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ആശയായുധമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഹദീസ് ഭക്തർക്ക് മുന്നിൽ തെളിഞ്ഞു വന്ന വഴിയാണ് വകവരുത്തൽ. ചേകന്നൂരിന് വറക്ക് കൊടുക്കാൻ സമയമായെന്ന് ചിലർ ഫത്വ കൊടുത്തതോടെ പാവം മൗലവിയുടെ നാളുകളും എണ്ണപ്പെട്ടു. നിഷ്കളങ്കനും വിശാലഹൃദയനും ദയാലുവുമായിരുന്ന മൗലവിക്ക് ചതിയുടെ ഗ്രൂപ്പ് വർക്ക് തിരിച്ചറിയാനായില്ല. പ്രബുദ്ധരെന്ന് അവകാശപ്പെടാവുന്ന കേരള ജനതയെ നുണ പറഞ്ഞു പറ്റിക്കാനും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനും തയ്യാറായി നിൽക്കുകയായിരുന്ന ഒരു മാധ്യമം പ്രചരിപ്പിച്ചു മൗലവി ചേകന്നൂർ കടം കൊണ്ട് മുങ്ങി എന്ന്. മൗലവി മുങ്ങുകയായിരുന്നില്ലെന്നും വെളിച്ചത്തിൻ്റെ ആജന്മശത്രുക്കളായ വെള്ളവസ്ത്രധാരികൾ ഇരുട്ടിനെ മറയാക്കി ചുവന്ന കുന്നിലെ ചെമ്മണ്ണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയാണുണ്ടായതെന്നുമുള്ള സത്യം വൈകിയെങ്കിലും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ചേകരൻ നായർ എന്ന് അവർ വിളിച്ചാക്ഷേപിച്ചിരുന്ന മൗലവി ചേകന്നൂരാവട്ടെ തൻ്റെ പേരിൻ്റെ അവസാനത്തിൽ പറയും പോലെ ഒരു നൂർ അഥവാ സത്യപ്രകാശം ആയി തന്നെ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. വാറോല ഹദീസുകളാൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന പല സിദ്ധാന്തങ്ങളെയും തകർത്ത് തൻ്റേതായ ശൈലിയിലൂടെ ഖുർആൻ്റെ സിദ്ധാന്തങ്ങൾ പുനഃസ്ഥാപിക്കാൻ മിടുക്കുകാട്ടിയ അദ്ദേഹം യഥാർത്ഥത്തിൽ ഖുർആൻ്റെ പദാനുപദങ്ങൾ കൂട്ടിയിണക്കിയുള്ള പ്രയോഗശൈലി ഖുർആനിൽ നിന്നു തന്നെ കടമെടുത്തുകൊണ്ടായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്ന് മൗലവിയുടെ രചനകളും പ്രസംഗങ്ങളും സാക്ഷ്യം വഹിക്കുന്നു. തൻ്റെ സമർത്ഥന രീതികൾ കൊണ്ട് അറബി ഭാഷാ പരിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ മുട്ടുകുത്തിക്കുന്ന ശൈലി പ്രയോഗങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന വസ്തുതയും വിസ്മരിച്ചുകൂടാ. ഇക്കാരണത്താലാണ് സാധാരണക്കാരായ ഖുർആൻ പഠിതാക്കളെ ആകർഷിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് സാധിക്കുന്നത്. വിജ്ഞാനസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന പലരും ശൈലാത്മപ്രഭുക്കന്മാർ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ മൗലവി അവരെ അവരുടെ ആ ഗുഹാമുഖത്ത് നിന്ന് പുറത്തു ചാടിക്കാൻ തൻ്റേതായ പ്രയോഗശൈലികളിലൂടെയും ഖുർആൻ്റെ തനതാർന്ന ശൈലീപ്രയോഗങ്ങളിലൂടെയും യാത്ര നടത്തി.
മതപണ്ഡിതരുടെ മൗനമായിരുന്നു ഒരർത്ഥത്തിൽ മൗലവി ചേകനൂരിനെ വിജയശ്രീലാളിതനാക്കിയത്. ഖുർആനിലൂടെ താൻ മനസ്സിലാക്കിയ ദർശനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകരാൻ അവരുടെ ബോധത്തോട് ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒറ്റയാൾ പട്ടാളത്തെ വകവരുത്താൻ ഈ ശൈലാത്മപ്രഭുക്കന്മാർക്ക് അനുകരിക്കേണ്ടി വന്നതാവട്ടെ തനിച്ചതിയന്മാരായിരുന്ന ചരിത്രപുരുഷന്മാരുടെ ചര്യയും. താൻ ചതിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോഴും നനഞ്ഞ തോർത്തുമുണ്ട് തൻ്റെ കഴുത്തിൽ ബലമായി മുറുകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ഖുർആൻ നിഷേധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മൗലവിയെ കയറ്റിയ വാഹനത്തിൽ വെച്ചു തന്നെ അവർ അദ്ദേഹത്തിന് വർക്ക് കൊടുത്തു. 13.5 നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കത്തിനു ശേഷം ഇസ്ലാം എന്താണെന്നും ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് എപ്രകാരമാണെന്നും സർവമത സത്യവാദം എന്നൊരിനം ഖുർആനിലുണ്ടെന്നും പള്ളപ്രശ്നത്തേക്കാൾ വലിയ കാര്യമായി വേദദർശനങ്ങളെ ബുദ്ധിയുടെ ആഹാരമാക്കി തീർക്കണമെന്നും പഠിപ്പിച്ചു അദ്ദേഹം. പ്രിയപ്പെട്ട മൗലവി സാഹിബ് ഒരു ജീവിത സാക്ഷിയായി ഖുർആൻ സുന്നത്തുകാരുടെയും മറ്റിതര ബുദ്ധിജീവികളുടെയും സാധാരണക്കാരുടെയും ബോധത്തിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ 3:169 ഇങ്ങനെ പറയുന്നു: ദൈവികമായൊരു പ്രശ്ന പരിഹാര മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ കൊല്ലപ്പെട്ടാൽ മരിച്ചു എന്ന മനോഭാവത്തോടെ വിവേകമുള്ളവർ അതിനെ കാണരുത്. ഒരു നിലയ്ക്കും മരണം സംഭവിക്കാൻ ഇടവരാത്ത ദർശനങ്ങൾ ആ ദാർശനികൻ്റെ റബ്ബിൻ്റെ പക്കൽ ജീവനോടെയുണ്ട്. ആ വിഭവത്തെ നിങ്ങൾ ബോധത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ